ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു വരികയായിരുന്നു എനിക്ക്. ഇല്ല, ദൈവമുണ്ട്. അല്ലായിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം നിന്നെ ഇങ്ങനെ എൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തില്ലായിരുന്നു. ഇന്നലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ എന്നോടൊന്ന് പറഞ്ഞു, ഇനി ഞാൻ ചെയ്യുന്നതിനെല്ലാം ഈ പ്രപഞ്ചം എൻ്റെ കൂടെ നിൽക്കുമെന്ന്. സത്യം. ദേവയാനി, അതോ അത് തന്നെയാണോ നിന്റെ ശരിക്കുമുള്ള പേര്? ഇവര് നമ്മൾ വിചാരിച്ച പോലെ വനിതാ മാവോയിസ്റ്റുകളൊന്നും അല്ല. ഈ കാട്ടിൽ വെച്ച് കണ്ടപ്പോ പെട്ടെന്ന് അങ്ങനെ തോന്നിയത്. ഇടാ ഇത് മീര മാമൻ. ദിസ് ഇസ് ശ്രദ്ധ, ദിസ് ഇസ് റൂപ. ഇത് ഞങ്ങളുടെ ടാക്സി ഡ്രൈവർ ദേവയാനി. ടാക്സി? And meet our friend Joe Joseph Tirudanathil, stock broker from Wall Street. വേദനിക്കുന്ന ഒരു കോടീശ്വരൻ. ഒരു പാവം. ചില സമയത്ത് വേദന കൂടുമ്പോ ഞങ്ങള് വിക്സ് ഇട്ട് കൊടുക്കും, അല്ലേടാ? മിസ്റ്റർ ജോയി എനിക്ക് എവിടെയോ വെച്ച് കണ്ട് നല്ല പരിചയമുള്ള പോലെ. അല്ല, അതങ്ങനെ വരാം. മീരയ്ക്കാളെ കൂടി ശരിക്കും മനസ്സിലായില്ലാന്ന് തോന്നുന്നു. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൽ മികച്ച 10 പ്രബന്ധങ്ങളിൽ ഒന്ന് അതിവന്റെ 10 തലയായവന് താനീ രാവണൻ. ശരിയായിരിക്കും. മീര ചിലപ്പോ ഇവനെ എയർപോർട്ടിൽ വെച്ചായിരിക്കും കണ്ടിരിക്കുന്നത്. He is always traveling, you know? Yeah, maybe. വലിയ കോടീശ്വരനായതുകൊണ്ട് എയർപോർട്ടിനകത്ത് വരെ വീടുണ്ട്. വീടല്ലടാ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. അളിയാ, നമ്മളെ പോലെ ഇവരും കാട്ടില് വഴിതെറ്റി വന്നതാണ്. ഇനി എന്തുമാത്രം വഴിതെറ്റാൻ കിടക്കുന്നു. വഴി തെറ്റിയതല്ലോ, തെറ്റിച്ചതല്ലേ. പിന്നെന്തോടെ നമ്മുടെ ജീപ്പ് കിടന്ന സ്ഥലം എനിക്കറിയാം. അവിടെ എവിടെയെന്ന് അങ്ങോട്ട് മാറ്റിയിട്ടാ അതെപ്പോഴും ചിലപ്പം കാട്ടാനായിരിക്കും. ജോയിക്ക് സിംഗപ്പൂരും ജർമ്മനിയും അല്ലാതെ മറ്റെവിടൊക്കെയുണ്ട് ബിസിനസ്? ചൈന, റഷ്യ, ലിത്വാനിയ, പിന്നെ ഈ ലാൽ ജോസ് സാർ ടൂറിന് പോയ എല്ലാ സ്ഥലങ്ങളിലും ബിസിനസ് ഉണ്ട്. പക്ഷെ അമേരിക്കയിൽ മാത്രമല്ല. അതെന്താ? പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഒരു പണക്കം. അപ്പൊ നേരത്തെ പറഞ്ഞ വാൾ സ്ട്രീറ്റ് അമേരിക്കയിലല്ലേ? അത് വേറെ പഞ്ചായത്ത്. അതാണ്. പക്ഷെ ഞാനവിടെ സ്ഥിരമായിട്ട് നിൽക്കാറില്ല, വന്നും പോയി. ചിലപ്പോ പോയി വന്നു ഇരിക്കും. എങ്ങനെയുണ്ട്? ഹോറിബിൾ. അതാണ് അഡ്ജസ്റ്റ്മെന്റ്. വന്നേ, ഇതെന്നായി പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എടാ, നീ ഒരു വലിയ ബിസിനസ്സുകാരൻ. നിനക്ക് ബിസിനസ് ചെയ്ത് മടുക്കുമ്പോ നീ ഈ ലോകത്തെ എല്ലാ കാടുകളും ചുറ്റി സഞ്ചരിക്കും. വാത്മീകിയെ പോലെ കൂടും കൂട്ടുമില്ലാത്ത ഒരു പ്രവാസിയുടെ ജീവിതം. ഇതൊക്കെ എന്നാത്തിന്? അവസാനത്തെ വഴി. ഈ മീരയുടെ അമ്മാവനാരാന്നറിയോ? എനിക്കറിഞ്ഞോ. MP സേവിയർ അഗസ്റ്റിൻ. അതുകൊണ്ട് ഇവളുടെ ഒരു വാക്ക് മതി നമ്മളെ രക്ഷിക്കാൻ. പെർഫെക്റ്റ് അലീബി. അലീബി. ആ കൃത്യം. അതായത് അവിടെ ബാങ്ക് റോബറി നടന്ന സമയത്ത് നമ്മൾ ഈ കാട്ടിൽ ഇവരോടൊപ്പമായിരുന്നു എന്നുള്ളതിന്റെ തെളിവ്, സാക്ഷ്യം. അവളെ ഒന്ന് സോപ്പിട്ട് വീഴ്ത്തിയാൽ നമ്മൾ ഈ ഊരാ കുടിക്കുന്ന രക്ഷപ്പെടും. അതിന് സോപ്പ് പഴത്തിൽ. ഹലോ, എന്താ അവിടെ ഒരു ഗൂഢാലോചന? നത്തിങ്. ഞാൻ അങ്ങ് വരാം. ഞാനും വരാം. നീ വന്നേ. മാഡം, നിങ്ങൾ റിസർച്ചിന്റെ ഭാഗമായിട്ട് ബെഞ്ചാപുരയിലെ ടിബറ്റൻ കോളനിയിൽ പോവുകയെന്നല്ലേ പറഞ്ഞു? ഈ ജോയിക്ക് ടിബറ്റൻ ലാംഗ്വേജ് നല്ല വശമാണ്. ഹി ക്യാൻ ബി ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. ആണോ? ജോ, പ്ലീസ് ക്യാൻ യു കം വിത്ത് us? വേറെ ജോലി തിരക്കൊന്നും ഇല്ലെങ്കിൽ. ഇവൻ എന്തൊരു ജോലി? 1 കോടി ലാഭം കിട്ടുന്ന ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് അവൻ നമ്മളോടൊപ്പം വരും. അതാണ് നമ്മുടെ സുഹൃത്ത്. പണി പാളി. നീയെ കൂടെ എന്നെ കൊലക്കി കൊടുക്കൂ. രക്ഷപ്പെടാൻ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ്. നീ മിണ്ടാതെ വന്നേ. ആന ഇറങ്ങുന്ന സ്ഥലവാ. നിനക്ക് ആനയെ പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല. എന്റെ വീട്ടിൽ ആന ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ആന എവിടെ? അതിനെ ഉമ്മച്ച് കത്തിച്ചു കളഞ്ഞു. എന്തിന്? തടിയിലുണ്ടാക്കിയ ആനയല്ലേ, വിറക് തീർന്നപ്പോ കത്തിച്ച്. നടന്നു നമ്മൾ ശബരിമല എത്തിയ ശരണം വിളി കേൾക്കുന്ന. അത് ശബരിമലയും ശരണവിളിയൊന്നുമല്ല. ഇവിടെ അടുത്ത് എവിടെയോ ആയിരിക്കും ബഞ്ചാര പുൽമേട്. അവിടുത്തെ വെള്ളച്ചാട്ടം കാണാൻ ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ട്. ടൂറിസ്റ്റെങ്കിൽ ടൂറിസ്റ്റ്, അവനൊക്കെ തിന്നതിന്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് തിന്നാം. എല്ലാം തീർക്കല്ലേടാ. നല്ല കോഴിയുടെ മണം. അത് ഈ മാഷിന്റെ മണമാടാ. നീയൊക്കെ മണപ്പിച്ച് ഇങ്ങനെ നടന്നു. അതെ, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ചുംബന സമരം ഒന്നുകൂടെ നടത്തണ്ടേ? नमस्ते जी, कौन है आप लोग? भाई साहब, हम इस जंगल में रास्ता गुम गया है. हमको हाईवे तक पहुंचने के लिए मदद कीजिए प्लीज. अबे इस रात को? हाँ. इस रात को वापस जाना मुमकिन नहीं है और बहुत डेंजरस भी है. आप लोग एक काम कीजिए, हमारे साथ ठहरिए यहाँ पे और कल सुबह हम साथ में जाएंगे. हम यहाँ पे ऐश पैश भी करेंगे, ठीक है? ആനയും പുലിയുള്ള കാടാണ്. ഈ രാത്രി ഇനി ഇവിടുന്ന് പോകുന്ന റിസ്ക്കാണ്.
അവന്മാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ അവന്മാർ എന്തായാലും ഹൈവേയിലോട്ട് പോകുന്നത് നമ്മളെ കൊണ്ടെത്തിക്കാം. ഇവിടെ ഈ പെണ്ണുങ്ങള് കോഴി മദ്യം വേണ്ടേ? ഹേയ് ഇവിടെ കിടക്കുന്നുള്ളൂ. വേറെ നിവർത്തിയില്ല. ഇന്ന് എന്റെ നോമ്പ് മുറിയും. ഭായ് സാബ്, എന്റേതും. Can we join you? Of course, you're welcome. അടിപൊളി. എന്ത് വില കൊടുത്തു എനിക്ക് അവന്മാരെ പിടിച്ചേ പറ്റത്തുള്ളൂ. ആ SP യുടെ കരുതേന്നുള്ള വിളി ഇനി എനിക്ക് കേൾക്കാൻ വയ്യ. കുഴപ്പമില്ല സാറേ. സാറേ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ കൂടെ. അതാണല്ലോ കുഴപ്പം. ദേ നോക്ക്, ആ CI സിംഗം ശിവൻ. അയാളെ കണ്ണി പെടണ്ട. നമുക്ക് വേറെ എവിടെയെങ്കിലും റൂം എടുക്കാം. നീ വണ്ടി എടുക്ക. നിക്കേട്ടാ, ഇയാളുടെ കൂടി സഹായം ഉണ്ടെങ്കിൽ നമുക്ക് അവന്മാരെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. എങ്ങനെ? കുറച്ച് തൊട്ടെറിഞ്ഞാ മതി. ആഹാ, എടാ നിനക്ക് ഇടയ്ക്കൊക്കെ ബുദ്ധി വരുന്നുണ്ടല്ലേ. വാ സാർ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ നമ്പ്യാർ. ഞാൻ മേനോൻ. ഞാൻ നായർ. നീയോ? ഞാൻ പണിക്കില്ല. എന്തോ ജാതി പറഞ്ഞു കളിക്കുന്നു. അല്ല സാർ, ഞങ്ങള് നമ്പ്യാരെന്ന് പറയുകയായിരുന്നു. ഞങ്ങളൊരു ഡീല് സംസാരിക്കാൻ വന്നതാണ്. സാറിന് ഞങ്ങൾക്ക് ഒരുപോലെ ഗുണമുള്ള കാര്യ. എന്ന് വെച്ചാൽ വിശദമായിട്ട് പറഞ്ഞുതരാം സാർ. പറയൂ. ഞങ്ങളും ആ ബാങ്ക് കൊള്ളക്കാരുടെ പുറകില. കൊള്ളയടിച്ചവന്മാർ ഇപ്പൊ എവിടാന്നൊക്കെ ചില സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾക്ക് വിട്ടുതരണം, എന്നിട്ട് അറസ്റ്റ് ചെയ്യാവൂ. വെറുതെ വേണ്ട, സാറിന് ഇഷ്ടം പോലെ കൈക്കൂലി തരും. കൈക്കൂലിയോ? എനിക്കോ? സാറേ നീ വന്നേ. ഞെട്ടിന് കണ്ടാ തോന്നുന്നു ഇതുവരെ കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന്. ആ ശ്വാസം വിട്ടെ. എന്റെ സാറേ, സാറായിട്ട് ആ കള്ളന്മാരെ പിടിക്കാൻ പറ്റത്തില്ല. പതുക്കെ പറയാം. ഇവന്മാരുമായിട്ടുള്ള ഡീല് സമ്മതിച്ചാൽ കള്ളന്മാരെയും കിട്ടും, ക്യാഷും കിട്ടും. പിന്നെ SP സാറ് സാറിനെ വിളിക്കുന്ന കഴുതെന്നുള്ള വിളിയില്ല, അതും ഉണ്ടാവില്ല. ഇടിക്കാനാണോ എന്തോ? എന്താ സാർ? കൈക്കൂലി തരില്ല സാർ. അതിനല്ലടോ പിന്നെ ഡീല് സമ്മതിച്ചു. സമ്മതിച്ച സെൽഫി എടുക്കാം. സെൽഫിക്കായിരുന്നു. ഞാനും